മുസ്ലിം രാജ്യങ്ങൾ സൈനികമായി ശക്തി നേടാൻ പാടില്ല. മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ സൈനിക ബലവും ശക്തിയും ഉണ്ടാക്കുന്നത് ഭാവിയിൽ അമേരിക്കക്ക് പോലും വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ സൈനികമായിരിക്കുന്ന പരിരക്ഷയും സാമ്പത്തികമായിരിക്കുന്ന സഹായം അമേരിക്ക ചെയ്തു കൊടുക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ അറേബ്യൻ മീഡിയകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുന്ന ഒരു സംവിധാനം നിലവിൽ ഇപ്പോൾ അറേബ്യൻ മേഖലയ്ക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി എത്രത്തോളം എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും, അവരുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ബിൽഡിങ്ങുകൾ അടക്കമുള്ള സംവിധാന കാര്യങ്ങളുടെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇനി എത്രത്തോളം പണം ഡെപ്പോസിറ്റ് ചെയ്ത് പണം ഇറക്കിയിട്ട് ഇത്ര പ്രവൃത്തി ചെയ്താൽ ഭാവിയിൽ തങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ രാജ്യം ഇപ്പോൾ പഠിച്ചു വരികയാണ്. അത് കൃത്യമായ രീതിയിൽ അവർക്ക് അത് മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടനുബന്ധിച്ചാണ്. ഇപ്പോൾ അമേരിക്കയ്ക്കുള്ള ഒരു കൃത്യമായിരിക്കും ഒരു പോളിസി ഉണ്ട്. അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പോളിസിയാണ്. അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് എല്ലാ കാലത്തും അമേരിക്കക്ക് വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ്. വെറും ഒരു ബന്ധമല്ല, വെറും ഒരു നയതന്ത്ര ബന്ധമല്ല, വൻ തോതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് സംയുക്തമായിരിക്കുന്ന ഒരു കൂട്ടായ്മയോട് കൂടിയുള്ള ബിസിനസ് നടത്തുന്ന പരിപാടിയുണ്ട്. പല കമ്പനിയിലും അറേബ്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കമ്പനിയിലും അമേരിക്കക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. അമേരിക്ക പ്രവർത്തിക്കുന്ന പല കമ്പനിയിലും അറബികൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ തരത്തിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും അമേരിക്കയാണ് ഏൽപ്പിച്ചത്. അമേരിക്കയിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങുന്ന ആയുധങ്ങൾക്കൊക്കെ പ്രാക്ടിക്കൽ നൽകി അത് പ്രവർത്തനക്ഷമമാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ എക്സ്പീരിയൻസും ഉള്ള സൈനികർ വന്നിട്ട്, അമേരിക്കയുടെ സൈനികർ വന്നിട്ട് അവിടെയുള്ള രാജ്യത്തിലെ അറേബ്യൻ പൗരന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവരുടെ നിർമ്മാണം അവർ കൊണ്ടുവരുന്നു, അവരത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇത് എത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചോളണമെന്നില്ല. അങ്ങനത്തെ ഒരു വിഷയം ഇതിന് ഇടയുണ്ടായിരുന്നു. അഥവാ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം 5ാം തലമുറയിൽപ്പെട്ട ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനമാണ് F-35 എന്ന് പറയുന്നത്. ഇത് 38 എണ്ണം സൗദി അറേബ്യക്ക് വിൽക്കാൻ വേണ്ടി കരാറുണ്ടാക്കി. ആ കരാറുണ്ടാക്കി ഏകദേശമൊക്കെ അതിൻ്റെ ഈ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തിയ സമയത്ത് ഇസ്രായേൽ അതിനെ ഉടക്കുന്നു. 35 എണ്ണമാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത്. സൗദി അറേബ്യക്ക് 30 എണ്ണം കൊടുക്കുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് മേഖല ഏറ്റവും വലിയ യുദ്ധവിമാനമുള്ള F-35 യുദ്ധവിമാനമുള്ള രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൗദി അറേബ്യ മാറും. അപ്പോൾ അത് പ്രശ്നങ്ങളായി. ഇസ്രായേൽ അമേരിക്കയോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പരാതി പറഞ്ഞു. അമേരിക്ക അത് എന്ത് ചെയ്തു? അവർ നൽകുന്ന F-35 യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക സംവിധാനത്തിൽ കുറച്ച് കാര്യങ്ങൾ അയച്ചു വെച്ചിട്ട് ബാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള F-35 അത്ര ക്വാളിറ്റിയും അത്ര ശക്തിയും അത്ര പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ ആക്രമണ സ്വഭാവവും സൗദി അറേബ്യക്ക് നൽകുന്ന യുദ്ധവിമാനത്തിൽ ഇല്ലാത്ത തരത്തിലാണ് അത് പിന്നീട് വിൽപ്പന നടത്താൻ കരാറായത് എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ടിലൊക്കെ കാണുന്നത്. പിന്നീട് ആ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുകളും കണ്ടിട്ടില്ല, അതെന്തായി എന്നിട്ട് അറിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് അവരുടെ ഒരു കോളനി പോലെ കൊണ്ടു നടക്കണം. സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്ക അതിന് തയ്യാറാണ്, അല്ലെങ്കിൽ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചാൽ, അതായത് സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ പല ഘട്ടങ്ങളിലായി സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം ആവശ്യപ്പെട്ടിരുന്നു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും വലിയ സൈന്യമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യം എന്ന നിലക്ക് അവർ ആവശ്യപ്പെട്ടു. അത് ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും സീനിയർ ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഈ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും 2016 കാലഘട്ടത്തിൽ ആൾ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആ കാലഘട്ടത്തിനും ഇപ്പോൾ ഇതിനു മുൻപ് ബൈഡൻ പ്രസിഡന്റ് ആയ സമയത്തും ഒക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം അത് നിഷേധിച്ചു. നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല, സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരതിനെല്ലാം നൽകിയിരിക്കുന്ന മറുപടി. എന്നാൽ ഇറാനെ പോലെ പ്രതിരോധം തീർത്തുകൊണ്ട് അല്ലെങ്കിൽ വെല്ലുവിളി നടത്തിക്കൊണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബലവും ശക്തിയും അറേബ്യൻ രാജ്യങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവരോട്ട് പറഞ്ഞിട്ടുമില്ല. അവർ ശാന്തമായിരുന്നു. ഇറാൻ അങ്ങനെയല്ല തിരിച്ചു പറഞ്ഞു. അതിൻ്റെ സൈനിക ശക്തി കാര്യങ്ങളൊക്കെ അവരുടെ കൈവശത്തിലുള്ളത് കൊണ്ട് പ്രതിരോധം അവർക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ടും അതിജീവിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ നമ്മളെ അവസ്ഥകൾ പറയുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ താഴ്ന്നു പോകും. ഇസ്രായേൽ എപ്പോഴും അറേബ്യൻ രാജ്യങ്ങൾ എങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സൈനികമായി മുസ്ലിം രാജ്യം ശക്തിയാകരുത്, അതിനെന്ത് ചെയ്യണം? ഇസ്രായേലിനെ വലിയ രീതിയിൽ സൈനികമായും സാമ്പത്തികപരമായും പ്രതിരോധ രംഗത്തൊക്കെ വലിയ സഹായം നൽകണം. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ 1960 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശത്തിൽ കാണുന്നുണ്ട്. അവിടെ 6 രാജ്യങ്ങളോട് യുദ്ധം ചെയ്തു. 12 ദിവസം
യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. 12 ദിവസം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും യുദ്ധം ചെയ്തിട്ടില്ല. 6 ദിന യുദ്ധം, 6 ഡേ വാർ എന്ന് പറയുന്നുണ്ട്. 6 ഡേ വാർ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നീണ്ടു പോയിട്ട് 2 മാസത്തോളം ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം അല്ലാത്ത രീതിയിൽ യുദ്ധമായിട്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ സാധിച്ചു. 3 രാജ്യങ്ങൾ നേരിട്ടുകൊണ്ട്, അത് ഈജിപ്താണ് നേതൃത്വം, പിന്നീട് ലെബനാനുണ്ട്, സിറിയ ഉണ്ട്. ഇതാണ് പ്രധാനമായിരിക്കുന്ന 3, ജോർദാൻ. ഈ 4 രാജ്യമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് പല രാജ്യങ്ങളും, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറാനും ഇറാഖും ഒരു പരിധി വരെ ഉണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇറാൻ അന്നൊന്നും വലിയ ശക്തിയുള്ള രാജ്യം, 1967 വലിയ ശക്തിയോ കാര്യങ്ങളൊന്നും ഉള്ള രാജ്യമല്ലാത്തത് കൊണ്ട് അതൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ആ യുദ്ധം മുഴുവൻ നയിച്ചത് അമേരിക്കയായിരുന്നു. അമേരിക്കയും ഫ്രാൻസും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അറേബ്യൻ രാജ്യങ്ങളുടെ സൈനികർ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചോർത്തിയെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് 100ഓളം യുദ്ധവിമാനങ്ങൾ ആ യുദ്ധത്തിൽ, ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ, അത് രാവിലെയാണ് 11 മണിക്ക് യുദ്ധം തുടങ്ങേണ്ടത്, ഇസ്രായേൽ രാവിലെ 8 മണിക്ക് ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഇസ്രായേൽ പരാജയപ്പെടുത്തി എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയാനുള്ള, ഇസ്രായേൽ അല്ല, അത് അമേരിക്കയും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി ചേർന്നിട്ടുള്ള ഒരു വൻ അറ്റാക്കായിരുന്നു. അത്ര ഒരു ആക്രമണം പ്രതീക്ഷിച്ചിട്ടില്ല. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് അറേബ്യൻ രാജ്യങ്ങൾ. അവർ ഭൂപ്രദേശം, നല്ലൊരു ശതമാനം ഭൂപ്രദേശം നഷ്ടപ്പെട്ടു പോയി. അന്ന് വരെ ഇസ്രായേൽ ഉണ്ടായിരുന്ന ഭൂമിയുടെ 4 ഇരട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത് ഈ യുദ്ധത്തിലാണെന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇങ്ങനെയാണ്: സൈനികപരമായി മുസ്ലിം രാജ്യങ്ങൾ ശക്തരാകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സഹായം നൽകിക്കൊണ്ട് ഈ മേഖലയിൽ സൈനികമായിരിക്കുന്ന ആധിപത്യം അമേരിക്ക സ്ഥാപിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്ന് ചുരുക്കം.